ഈ വർഷത്തെ മോക്ഷ പുണ്യം നൽകുന്ന മകരസംക്രാന്തി ആരംഭിക്കുന്നത് 15-ാം തീയതി വെളുപ്പിന് 2:45 അതുപോലെ തന്നെ പുണ്യകാല മുഹൂർത്തം എന്ന് പറയുന്നത് 7:14 12:36 ഇടയ്ക്ക്. മഹാപുണ്യകാലം 7:14 9:02 ഇടയ്ക്കാണ്. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണണം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അപ്പോൾ ദയവായി കാണുക. അപ്പം ചെറിയൊരു വീഡിയോ ആയിരിക്കും, പക്ഷേ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് മാറുമ്പോൾ അത് മകരസംക്രാന്തി എന്നറിയപ്പെടുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ സൂര്യൻ ഉത്തരായനമായി മാറുന്നു, അല്ലെങ്കിൽ വടക്കൻ പാതയിൽ അസ്തമിക്കുന്നു. ഉത്തരായനകാലം ദേവന്മാരുടെ പകലായിട്ടും ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രിയായും കണക്കാക്കപ്പെടുന്നു. അങ്ങനെ മകരസംക്രാന്തിയെ ദൈവിക ശക്തിയുടെയും ആഘോഷങ്ങളുടെയും പകലിൻ്റെ തുടക്കമായി കണക്കാക്കാം. മകരസംക്രാന്തി എന്നത് എല്ലാത്തരം മംഗളകരമായ ചടങ്ങുകളും നിർവഹിക്കുവാൻ കഴിയുന്ന അനുകൂല ഘട്ടത്തിൻ്റെ തുടക്കമാണ്. ഹിന്ദുമതത്തിൽ മകരസംക്രാന്തി ഉത്സവത്തിന് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത് വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ദിവസം ആളുകൾ പൊങ്കൽ വഴിപാടായി ഉണ്ടാക്കുന്നു. പുണ്യനദികളിൽ കുളിക്കുന്നതോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പാരമ്പര്യവും ഉണ്ട്. എല്ലാ വർഷവും ജനുവരി 14 ഈ ഉത്സവം ആഘോഷിക്കുന്നത്. എന്നാൽ ഗ്രഹങ്ങളുടെ മാറ്റവും ഉദയതീയതിയും അനുസരിച്ച് ഈ വർഷം ജനുവരി 15 മകരസംക്രാന്തി വരുന്നത്. അപ്പം മകരസംക്രാന്തി നാളിലെ ആചാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുണ്യസ്നാനം. മകരസംക്രാന്തി നാളിൽ പുണ്യനദികളിൽ സ്നാനം ചെയ്ത ശേഷം സൂര്യനെ അർഘ്യമർപ്പിക്കുന്ന ഒരാചാരമുണ്ട്, വെള്ളം അർപ്പിക്കുന്ന. മകരസംക്രാന്തി ദിനത്തിൽ രാവിലെ 7:15 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കും ഈ ശുഭമുഹൂർത്തം. ഈ മുഹൂർത്തത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം കുളിച്ചതിന് ശേഷം ദാനം ചെയ്താൽ അത് നിങ്ങൾക്ക് പല മടങ്ങ് ഫലം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം കുളിക്കുമ്പോൾ ഗംഗാജലത്തിൽ എള്ള് കലർത്തി കുളിക്കുന്നത് വളരെ പുണ്യപ്രദമാണ്. ഇതിലൂടെ ജാതകത്തിലുള്ള ഗ്രഹദോഷങ്ങൾ എല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മകരസംക്രാന്തി ദിവസം ശർക്കര, എള്ള് എന്നിവ ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ലഡു, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി അത് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകൾ പാത്രങ്ങൾ ഒക്കെ നിങ്ങൾ ദാനമായി കൊടുക്കുന്നതും പിന്നെ ദരിദ്രരെ സഹായിക്കുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും എല്ലാം നല്ല കാര്യമാണ്. ഈ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ ദിവസം പുണ്യനദികളിൽ കുളിക്കുക, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ദൈവനാമം ജപിക്കുക, ധ്യാനം, മതപരമായ ചടങ്ങുകൾ, വ്രതം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ ദേവീദേവന്മാരും ഈ ദിവസം അവരുടെ രൂപം മാറി ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമായ പ്രയാഗിൽ കുളിക്കുന്നുവെന്നാണ് ഒരു വിശ്വാസം. ഈ ദിവസം ചെയ്യുന്ന ഏതൊരു ദാനധർമ്മവും പിന്നീട് 100 ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. വെണ്ണ, പാൽ, ധാന്യങ്ങൾ, പരിപ്പ്, പുതപ്പ്, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. ഈ സാധനങ്ങൾ ദാനം ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം മോക്ഷം നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജ്യത്തുടനീളം ആചാരങ്ങൾ പല വിധത്തിലാണ്. അത് ദക്ഷിണേന്ത്യയിൽ അത് പൊങ്കലായിട്ടും കർണാടകയിലും തമിഴ്നാട്ടിലും പൊങ്കലായിട്ടും ആഘോഷിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് മകരവിളക്ക് ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. കേരളത്തിൽ മകരസംക്രാന്തി എന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുണ്ട്. ശബരിമലയിൽ മകരവിളക്ക് ഉത്സവം നടക്കുന്നത് ഈ ദിനത്തിലാണ്. ഈ ദിവസം ആകാശത്ത് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നു. ഈ സ്വർഗദീപത്തിൻ്റെ രൂപത്തിൽ അയ്യപ്പസ്വാമി തൻ്റെ സാന്നിധ്യം കാണിക്കുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ദിവസം ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറയാം. ചെയ്യാവുന്ന കാര്യങ്ങൾ: സൂര്യഭഗവാനെ ആരാധിക്കുന്നതിനായി ഗംഗാനദിയിൽ കുളിച്ച് അർഘ്യമർപ്പിക്കുക. ഈ പ്രത്യേക ദിനത്തിൽ സൂര്യഭഗവാന്റെയും ഗംഗാദേവിയുടെയും അനുഗ്രഹം തേടണം. ഈ ദിവസം ശിവൻ, വിഷ്ണു, ലക്ഷ്മി ദേവി എന്നിവരെ ആരാധിക്കുക. ആരാധനാമൂർത്തികൾക്ക് കറുത്ത എള്ള്, ശർക്കര, തൈര്, കൊയ്തെടുത്ത പുതിയ നെല്ലിൻ്റെ അരി എന്നിവ നൽകി അനുഗ്രഹം തേടുക. സാധ്യമെങ്കിൽ ഈ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ചൂല് വാങ്ങിക്കൊണ്ടുവരിക. എള്ളും ശർക്കരയും ചേർത്ത ലഡു ഉണ്ടാക്കി നൽകുന്നതും
അത് ദാനം ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. മുതിർന്നവരിൽ നിന്നും നിങ്ങളുടെ പൂർവികരിൽ നിന്നും അനുഗ്രഹം തേടുക. ഈ ദിവസം പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന്. അപ്പോൾ മകരസംക്രാന്തി ദിവസം കുളി കഴിയാതെ ഒന്ന് കഴിക്കാനും കുടിക്കാനും പാടില്ല. ഈ ദിവസം മരങ്ങളും ചെടികളും മുറിക്കാതിരിക്കണം. കാരണം ഈ ആഘോഷം പ്രകൃതിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, ലഹരി വസ്തുക്കൾ ഒഴിവാക്കേണ്ടതാണ്. വെളുത്തുള്ളി, ഉള്ളി, മറ്റ് താമസം ഫുഡുകൾ, ആഹാരങ്ങൾ ഒഴിവാക്കണം. ഈ ദിവസം ആളുകളോട് മോശമായി പെരുമാറാതിരിക്കുക. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കണം.